നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഡിസംബർ 20-ാം തീയതി രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റുമിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത് തന്റെ പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ചും തന്റെ പ്രിയപ്പെട്ട ഒരു ബന്ധുവിനെക്കുറിച്ച്, ഒരു ആന്റിയെക്കുറിച്ച്, അതുപോലെ തന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതനെക്കുറിച്ച് 3 വ്യക്തികളാണ് ഇന്നത്തെ ഈ വചനത്തിൽ ഉള്ളത്. ഒന്ന് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ ഒരു പുണ്യമെന്ന് പറയുന്നത്, അമ്മയ്ക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയപ്പോൾ അവൾ തന്റെ പ്രിയപ്പെട്ടവരെ മറക്കുന്നില്ല. മറിയം എലിസബത്ത് ഗർഭിണിയായിരിക്കുന്ന വിവരം അറിയുന്നു. നമുക്കറിയാം, പരിശുദ്ധ മറിയത്തിന് കിട്ടിയ ഭാഗ്യം വലുതാണ്. മാലാഖമാർക്ക് പോലും സിദ്ധിക്കാത്ത ഒരു കൃപ, വലിയൊരു ഭാഗ്യം കിട്ടിയ പരിശുദ്ധ അമ്മ തന്റെ ഭാഗ്യത്തിന്റെ നടുവിൽ, തന്റെ സമൃദ്ധിയുടെ നടുവിൽ, തന്റെ അനുഗ്രഹങ്ങളുടെ പെരുമഴയുടെ നടുവിൽ മറ്റുള്ളവരെ മറക്കുന്നില്ല. അവൾ എലിസബത്തിനെ കുറിച്ച് ഓർക്കുന്നു. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ചില സമയങ്ങളിലെങ്കിലും ചില മനുഷ്യർ തങ്ങൾക്ക് അനുഗ്രഹവും സമൃദ്ധിയും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ മറ്റുള്ളവരെ മറന്നു പോകാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നവരാണ്, അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു അനുഗ്രഹത്തിന്റെ അടയാളമാണ്. അങ്ങനെ അനുഗ്രഹം ലഭിച്ച നമ്മൾ മറ്റുള്ളവരെ മറക്കാതിരിക്കുക. അമ്മ എലിസബത്തിന്റെ അടുത്തേക്ക് ഓടുന്നു, അവളെ ഗ്രീറ്റ് ചെയ്യുന്നു. രണ്ടാമതായി നമ്മൾ വായിക്കുകയാണ്, എലിസബത്ത് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് സന്തോഷിക്കുകയും
അതിൽ അവളെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത്, മറ്റുള്ളവരുടെ ഗുണഗണങ്ങളെ ഓർത്ത് ആനന്ദിക്കാൻ കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശാലമായൊരു ഹൃദയം വേണം. നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് സന്തോഷിക്കാറുണ്ട്, ഇല്ലേ? ഉണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത്, വേറെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയതിനെ ഓർത്ത് നമ്മൾ സന്തോഷിക്കാറുണ്ടോ എന്നതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൂടെ നമ്മൾ സന്തോഷിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരാളായതുകൊണ്ടാണ് മറിയത്തിന് കിട്ടിയ ഒരു അനുഗ്രഹത്തെ ഓർത്ത് എലിസബത്തിന് ആനന്ദിക്കാൻ കഴിഞ്ഞത്. മൂന്നാമതായി, ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന സ്നാപക യോഹന്നാൻ. നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകമുണ്ടാകാൻ ഭാഗ്യം ലഭിച്ച ആ കുഞ്ഞാണ് പിന്നെ കർത്താവിനെ ചൂണ്ടിക്കാട്ടുന്ന മകനായി വളർന്നതും കർത്താവിന് വേണ്ടി രക്തം ചിന്തുന്ന മനുഷ്യനായി ജീവിതം അവസാനിപ്പിച്ചതും. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇതൊരു സൗഹാർദ്ദത്തിന്റെ കഥ കൂടെയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ്. എന്താണ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി? പരിശുദ്ധ അമ്മയും എലിസബത്തും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ, ഒരു സ്നേഹബന്ധത്തിന്റെ, ഒരു റിലേഷൻഷിപ്പ് സ്റ്റോറിയാണ്. സ്നേഹബന്ധത്തിന്റെ ഈ കഥയിൽ വചനം നമ്മോട് പറയുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് പരസ്പരം അംഗീകരിക്കുന്ന ഫ്രണ്ട്ഷിപ്പായിരുന്നു, പരസ്പരം അഭിനന്ദിക്കുന്ന ഫ്രണ്ട്ഷിപ്പായിരുന്നു, പരസ്പരം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു, ഫ്രണ്ട്ഷിപ്പായിരുന്നു. നമുക്കും ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. ഭൂമിയിലുള്ള ഏറ്റവും മനോഹരമായ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, ഫ്രണ്ട്ഷിപ്പാണ്. ഈ ഫ്രണ്ട്ഷിപ്പിൽ പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? പരസ്പരം ബഹുമാനിക്കാൻ കഴിയുന്നുണ്ടോ? പരസ്പരം പങ്കുവയ്ക്കാൻ, പരസ്പരം ക്ഷമിക്കാൻ, പരസ്പരം പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും സാധിക്കുന്നുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടാകുമ്പോൾ ഭാര്യ ഭർത്ത ബന്ധമെന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ സഹോദരങ്ങൾക്കിടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കൾക്കും ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട്, റിലേഷൻഷിപ്പുണ്ട്. തീർച്ചയായും ഇതിൽ നമുക്ക് പരസ്പരം അംഗീകരിക്കാൻ, ബഹുമാനിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ, പരസ്പരം അപരനിൽ എന്റെ സാന്നിധ്യം കൊണ്ട് അപരനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്ന ഒരു സാന്നിധ്യമായി ഞാൻ മാറുന്നുണ്ടോ? അങ്ങനെ മാറണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാഭിഷേകം ഉണ്ടാകണം, പ്രാർത്ഥനയുടെ ചൈതന്യം ഉണ്ടാകണം. നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈ രാത്രിയിൽ നമുക്കുള്ള പ്രാർത്ഥന ഇതാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള കൂട്ടായ്മകൾ, നമ്മുടെ ഭവനത്തിലുള്ള ബന്ധങ്ങൾ പരസ്പരം അംഗീകരിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ബന്ധങ്ങളായി മാറട്ടെ. പരസ്പരം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആനന്ദം കൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കുതിച്ചു ചാടാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കുതിച്ചു ചാടുന്നതിന് പകരം ദുരാത്മാക്കൾ നിറഞ്ഞ് തലകുത്തി കിടക്കുകയാണ്. ഒരു കുതിച്ചു ചാട്ടവും ഇല്ലാതെ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ആത്മാവിന്റെ നിറവിൽ നിന്ന് ലഭിക്കുന്ന കുതിച്ചു ചാട്ടമുണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് അനുദപിക്കാനുള്ളൊരു മേഖല. എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയെ അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. ജീവിത പങ്കാളിയിലുള്ള നന്മകൾ അത് കണ്ട് എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ ഓർത്ത് സന്തോഷിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറന്ന് എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് അനുദപിക്കാൻ. എൻ്റെ മാതാപിതാക്കളെ അഭിനന്ദിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടില്ല.
എൻ്റെ മക്കളുടെ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ പരിശ്രമിച്ചിട്ടില്ല. അങ്ങനെ പല ബന്ധങ്ങളും അകന്നു പോകാനിടയായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ള ഒരുമിച്ച് കൂടലുകൾ സന്തോഷത്തിന് പകരം സങ്കടങ്ങളും കലഹങ്ങളും വഴക്കുകളും വിദ്വേഷങ്ങളും വെറുപ്പുമൊക്കെ ആയി പരിണമിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ആത്മാവിനാൽ നിറഞ്ഞ വാക്കുകൾ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒക്കെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. നമുക്ക് നമ്മുടെ ജീവിതം കുറെ കൂടി ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ് ക്രിസ്തുവിന് ജന്മം നൽകുന്ന ജീവിതമായി തീരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാം. നമ്മുടെ ലഭിച്ച നന്മകൾ, നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന നന്മകൾ ചെയ്യാതിരുന്നതിനെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് കർത്താവ് ഇന്ന് ദിവസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ വെട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭൗതികമായ അനുഗ്രഹങ്ങളെ ഓർത്ത്, താമസിക്കുന്ന ഭവനത്തെ ഓർത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിന്റെ ആരോഗ്യത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്. ഹല്ലേലൂയ. സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലകളെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ബിസിനസിനെ ഓർത്ത്, കൃഷിയിടങ്ങളെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയമായ അഭിഷേകത്തെ ഓർത്ത് സ്തുതിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ 7 നിയോഗങ്ങൾ ഇപ്പോൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കൈക്കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, പരീക്ഷകൾ എഴുതുന്നവർ, എഴുതിയ പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, യുവതി യുവാക്കൾ, ജോലി അന്വേഷിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ, കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, മദ്യത്തിനടിമകളായവർ,
കുടുംബത്തിലുള്ള ചില അംഗങ്ങളുടെ മദ്യപാനം മൂലം കുടുംബസമാധാനം നഷ്ടപ്പെട്ടവർ, ലഹരിക്കടിമകളായവർ, മയക്കുമരുന്നിനും കഞ്ചാവിനുമൊക്കെ അടിമകളായ യുവതീവാക്കൾ, മുതിർന്നവർ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവർ, ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നവർ, ആത്മഹത്യാ പ്രവണതകളുള്ളവർ, മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടവർ, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നവർ, അനാഥമന്ദിരങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും കഴിയുന്നവർ, വയോധികർ, മരണാസന്നർ, നാളെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർ, ഈ ആലയത്തിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയവർ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. കർത്താവിന്റെ ശക്തമായ അഭിഷേകം ദൈവമക്കളുടെ മേൽ പെരുമഴ പോലെ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രിയിൽ പട്ടിണി കിടക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമ്മുടെ നിയോഗങ്ങളോടൊപ്പം, നമ്മുടെ ഭൗമികമായ നിയോഗങ്ങളോടൊപ്പം ആത്മീയമായ നിയോഗങ്ങൾ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും നടക്കുന്ന വചന ശുശ്രൂഷകൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട ദിവ്യബലിയുടെ യോഗ്യതകൾ എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയും കരുണയും പെയ്തിറങ്ങട്ടെ. ഇനിയും ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത മക്കൾ ഈശോയെ അറിയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല മനുഷ്യരെയും നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാളെ പ്രത്യേകമായി ശലോമിൽ നടക്കാനിരിക്കുന്ന യേശുനാമത്തിന്റെ വചന ശുശ്രൂഷയെയും ആരാധനയെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രിയെ ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.